നമ്മൾ പഠിക്കുന്ന 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 ആയിട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ 1-2 വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അതിനകത്ത് കോമൺ ഡിഫറൻസ് ഒക്കെ കാണാനുള്ളതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു സീക്വൻസ് ഉണ്ടാവും -4, -6, -8 എക്സെട്ര ഇങ്ങനെ അങ്ങ് പോകുന്നു. ഈ സീക്വൻസിൻ്റെ x11 xn കാണാനാണ്. x11 എന്ന് പറഞ്ഞാൽ 11ാമത്തെ ടേമും കാണുക, xn എന്ന് പറഞ്ഞാൽ എന്ത് ടേമും കാണുക. എന്ത് ടേം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഏതോ ഉള്ളൊരു ടേമാണ്, അതാണ് എന്ത് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് x11 എന്ന് പറഞ്ഞാൽ 11ാം ടേം, എന്ത് ടേം എന്ന് പറഞ്ഞാൽ എന്താ, n-ാം പദവും കാണാനാണ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ 11ാം പദവും n-ാം പദവും കാണുക എന്നുള്ളതാണ്. അതായത് എന്ത് ടേമിന് വേറൊരു പേരുണ്ട്, ബീജഗണിത രൂപം അഥവാ എന്താ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്നും പറയാറുണ്ട്. അങ്ങനെയും ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ x1 എന്ന് പറഞ്ഞാൽ എടുത്തെഴുതണം. ഫസ്റ്റ് ടൈം എടുത്തെഴുതണം. ഇത് -4 ആണ്. അതുപോലെ d എടുത്തെഴുതണം. d എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതാണ്. -6 -4 എന്ന് പറഞ്ഞിരുന്നത്. അതായത് t2 - t1. t2 എന്ന് പറയുന്നത് ഈ ടേമാണ്. ഇതിൽ നിന്ന് ഫസ്റ്റ് ടേം അങ്ങ് കുറയ്ക്കണം. ഫസ്റ്റ് ടേം കുറച്ച ശേഷം നമ്മൾ ഇങ്ങനെ എടുത്തെഴുതണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ടു -6 പ്ലസ് ഇത് രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആവും. പിന്നെ -6 + 4 എന്ന് പറഞ്ഞാൽ -2 എന്ന് പറഞ്ഞ് വരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ xn കാണണം. ഈ x11 കാണുന്നതിന് മുമ്പ് ഞാൻ xn എടുത്തെഴുതുന്നത് എന്താണെന്ന് വെച്ചാൽ xn കണ്ടുപിടിച്ചിട്ട് ആ n-നകത്ത് അങ്ങ് 11 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് xn ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ x11 കാണാനായിട്ട് ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ട് x11 = x1 + 10d. ഒരെണ്ണം കുറച്ച് പറഞ്ഞാൽ മതി. x1 എടുത്തിട്ട് 10d എന്ന് പറഞ്ഞ് കുറച്ച് എഴുതിയാൽ മതി. അങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും സെയിം ആൻസർ കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. അതിനുശേഷം xn-ൻ്റെ ഇക്വേഷൻ എടുക്കുക. xn എന്ന് പറഞ്ഞാൽ dn + f - d ആണ്. അതിനകത്ത് നിന്ന് dn എന്ന് പറഞ്ഞാൽ -2 ആണ്. പിന്നെ n ചേർത്ത് എഴുതി പ്ലസ് ഇട്ടിട്ട് f എഴുതുക. f എന്ന് പറയുന്നത് -4 ആണ്. മൈനസ് ഇട്ടിട്ട് പിന്നെ d എന്ന് പറയുന്നത് -2 വീണ്ടും എഴുതി. അടുത്ത സ്റ്റെപ്പ് ഇത് ഇതുവഴി തന്നെ എഴുതി വരും. പ്ലസ് ഇട്ടിട്ട് -4 പ്ലസ് ഈ മൈനസ് കൂടെ പ്ലസ് വരും. എന്നിട്ട് 2 എന്ന് പറഞ്ഞ് എഴുതി. ഇവിടെ മാത്രമേ ഒരു മാറ്റം സംഭവിക്കുന്നുള്ളൂ. അതിനുശേഷം ഇതിനെ ഓപ്പറേറ്റ് ചെയ്യും. -4 + 2 എന്ന് പറയുന്നത് -2 ആണ്. ബാക്കിയുള്ളത് അതേപടി എടുത്തെഴുതും. -2n പ്ലസ് എഴുതിയിട്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ -2 എന്ന് പറഞ്ഞ് കിട്ടും. അതിനുശേഷം ഈ പ്ലസ് മൈനസ് കൂടെ ചേർത്ത് മൈനസ് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ -2n - 2 എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ വരും. അതിനുശേഷം x11 കാണാനായിട്ട് ഈ n-ൻ്റെ സ്ഥാനത്ത്, അപ്പോൾ n ആണ് ഈ കെട്ടിയിരിക്കുന്നത്, ഈ n-ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 11 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ -2 × 11 - 2 എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേഷൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇതുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -22 കിട്ടും. പിന്നെ -2 എന്ന് പറഞ്ഞ് അങ്ങോട്ട് എടുത്തിട്ടും. അത് കഴിഞ്ഞ ശേഷം ഇതും കൂടെ ഓപ്പറേറ്റ് ചെയ്യും. ഒരേ സൈൻ വരുന്നത് എന്ത് ചെയ്യണം, ഒരേ സൈൻ വന്നാൽ ആഡ് ചെയ്തിട്ട് കോമൺ സൈൻ നിങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ -24 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ 11th ടേം എന്ന് പറയുന്നത്.